ജനുവരി മാസത്തിൽ പൂക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള കടലാസ് റോസയുടെ ചെടികളുടെ ഇടയിലേക്കാണ് ഞാൻ ചെന്ന് കയറിയത്. അതായത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കടലാസ് റോസ ചെടികൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇവിടെ നിന്നാണ്. പല പല വർണ്ണങ്ങളും നിറങ്ങളുമൊക്കെയുള്ള ചെടികളുടെ ലോകത്തിലേക്ക് ഇന്ന് നമുക്ക് പോകാം. മനസ്സിന് വളരെ സുഖകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഈ പൂക്കളെന്ന് പറയുന്നത്. സത്യത്തിൽ എന്താണ് സഖാ? പൂവെന്നത് സസ്യത്തിൻ്റെ പ്രജനന അവയവമാണ്. വിത്തുണ്ടാകാനും പുതിയ ജീവൻ തുടർന്ന് മുന്നോട്ട് പോകാനും തേനീച്ചകളും ചിത്രശലഭങ്ങളും പോലെയുള്ളവയൊക്കെ ആകർഷിക്കാനുമൊക്കെ ആയിട്ടാണ് പൂക്കളുണ്ടാകുന്നത്. വാസ്തവത്തിൽ ഇതൊരു ജീവൻ്റെ തുടക്കമാണ്. പ്രകൃതിയുടെ ഭാഷയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പൂക്കൾ പ്രകൃതിയുടെ പുഞ്ചിരിയാണ്, മിണ്ടാതെ പറയുന്ന ഒരു സന്ദേശം. ജീവിതം സുന്ദരമാണ്, ഒരു നിമിഷമെങ്കിലും ആ ജീവിതത്തെ ആസ്വദിക്കൂ എന്ന് തന്നെയാണ്. നമുക്ക് നോക്കാം. പൂ എന്നത് നിസ്വാർത്ഥതയുടെ അടയാളമാണ്. അത് വിരിയുന്നു, സുഗന്ധം നൽകുന്നു, നിറം നൽകുന്നു, പിന്നെ വീഴുന്നു, ഒന്നും തിരിച്ചു ചോദിക്കാതെ തന്നെ. അതുകൊണ്ടാണ് പൂക്കൾ ആരാധനയിലും പ്രാർത്ഥനയിലും ഖബറിലും ദേവാലയങ്ങളിലും ഒക്കെ ഉപയോഗിക്കുന്നത്. പൂക്കൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഇതാണ്: സൗന്ദര്യം ഒരിക്കലും സ്ഥിരമല്ല, പക്ഷേ അതിൻ്റെ സ്വാധീനം ശാശ്വതമാണ്. ചെറിയ കാലം മാത്രം ജീവിക്കുന്നതുകൊണ്ടാണ് പൂക്കൾ അമൂല്യമാകുന്നത്. ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന നിശബ്ദമായ ഗുരുക്കന്മാരാണ് സത്യത്തിൽ ഈ പൂക്കൾ. ഈ ജനുവരി മാസം അങ്ങോട്ട് തുടർന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് മനോഹരമായ രീതിയിൽ ഈ വള്ളിച്ചെടികൾ പോലെ മതിലിൻ്റെ മണ്ടയിലെല്ലാം പ്രത്യേകമായിട്ട് മതിലിൻ്റെ മണ്ടയിൽ കൂടെ പടർന്നു വളരുന്ന കടലാസ് റോസ ചെടികൾ പല പല നിറങ്ങളിലും വർണ്ണങ്ങളിലുമൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. സാധാരണയായിട്ട് പിങ്ക്, പർപ്പിൾ, ഓറഞ്ച്, വെളുപ്പ്, ചുവപ്പ് തുടങ്ങിയ നിറങ്ങൾ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടിക്ക് കുറച്ച് മാത്രം വെള്ളം മതി. നല്ല സൂര്യപ്രകാശം ഇഷ്ടമുള്ളൊരു ചെടിയാണ്. വരൾച്ചയെ അതിജീവിക്കുന്ന, വർഷങ്ങളോളം ജീവിക്കുന്ന ഒരു ചെടി കൂടിയാണ്. സത്യത്തിൽ നമ്മൾ കാണുന്ന ഈ കടലാസ് റോസയുടെ ഈ വർണ്ണങ്ങൾ സത്യത്തിൽ ഇതല്ല പൂവ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ രസകരമായ ഒരു കാര്യമുണ്ട്. നമ്മൾ പൂവെന്ന് കരുതുന്നതല്ല യഥാർത്ഥത്തിലെ പൂവ്. ഈ കളറുള്ളത് അതിൻ്റെ ബ്രാക്റ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. യഥാർത്ഥ പൂവ് അതിൻ്റെ നടുവിൽ ചെറിയ വെളുത്ത അല്ലെങ്കിൽ മഞ്ഞ കളറോട് കൂടിയ അതിൻ്റെ നടുവിലായിട്ടുള്ളതാണ് പൂവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇത്രയും കാലം ഇതിൻ്റെ നിറം നിലനിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നന്നായി വളരുന്നത് വീടിൻ്റെ മുന്നിലും മതിലുകളിലും ഗേറ്റിലും വേലിയിലും വലിയ പാത്രങ്ങളിലൊക്കെ നമുക്കിതിനെ വളർത്താൻ സാധിക്കും. ഇതിൻ്റെ പരിചരണം, ഇതിന് കൂടുതലായിട്ട് നമ്മൾ എന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യകതയൊന്നും ഉള്ളൊരു ചെടിയല്ല. ദിവസവും 5-6 മണിക്കൂർ സൂര്യപ്രകാശം കിട്ടിയാൽ മതി. അമിതമായി വെള്ളം ഒഴിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടെ ഇത് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് വെട്ടി വൃത്തിയാക്കിയൊക്കെ വിട്ടാൽ നല്ല മനോഹരമായിട്ട് വളരുന്ന ഒരു ചെടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഉണങ്ങിയ പ്രദേശങ്ങളിലൊക്കെയാണ് ഇത് വളർത്താൻ അനുയോജ്യം. ബോഗൺവില്ല നമ്മളെ പഠിപ്പിക്കുന്നത് കഠിനതയ്ക്കിടയിലും സൗന്ദര്യം വിരിയിക്കാം എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാഹചര്യം എത്രത്തോളം ഇടുങ്ങിയതാണെങ്കിലും മനോഹരമായ ഒരു പുഞ്ചിരി പോലെയാണ് ഈ ഒരു ചെടി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം. ജീവിതം എത്ര ഇടുങ്ങിയതാണെന്ന് അത് നമ്മുടെ മാത്രം വിഷയമാണ്, നാം മാത്രം അറിയുന്ന കാര്യമാണ്. എന്നാൽ നമുക്ക് ആ വേദനയ്ക്കിടയിലും ആ ദുഃഖങ്ങൾക്കിടയിലും എല്ലാം നമ്മളുടെ മുഖം കൊണ്ട് മനോഹരമായി പുഞ്ചിരിക്കാൻ സാധിക്കുന്നതാണ്. അത് ഈ കടലാസ് റോസയേക്കാൾ മനോഹരമായ പുഞ്ചിരിയായിരിക്കും. സാഹചര്യങ്ങളെയെല്ലാം മനസ്സിൽ തന്നെ ഒതുക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു നോക്കൂ. ആ ഒരു പുഞ്ചിരിയുടെ ഭംഗിയിൽ ഒരുപക്ഷെ ഈ ലോകം തന്നെ തോറ്റുപോയേക്കാം. നമ്മൾ പറഞ്ഞു, കടലാസ് റോസയിൽ നമ്മൾ കാണുന്നത് യഥാർത്ഥമായ പൂവല്ല, അത് ബ്രാക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വാസ്തവത്തിൽ പൂവിനെ സംരക്ഷിക്കാനും കീടങ്ങളെ ആകർഷിക്കാനുമുള്ള ഇല പോലെയുള്ള മാറ്റം വന്ന കളർഫുള്ളായിട്ടുള്ള ഒരു ഭാഗമാണ്. യഥാർത്ഥ പൂവ് അതിൻ്റെ നിറമുള്ള ഈ ബ്രാക്റ്റുകളുടെ നടുവിലാണ് വളരാറുള്ളത്. വളരെ ചെറിയ, സാധാരണ വെളുപ്പ്, ക്രീം, മഞ്ഞ നിറത്തിലൊക്കെ കാണപ്പെടുകയാണ് ചെയ്യാറുള്ളത്. ഇത് കുറച്ച് ദിവസം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതാണ് യഥാർത്ഥ പൂവ്. എന്നാൽ ഈ കടലാസ് റോസയുടെ ഈ ബ്രാക്റ്റുകൾ എന്ന് പറയുന്ന ഈ ഒരു നിറം എല്ലായ്പ്പോഴും നിലനിൽക്കും, കുറേയധികം നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ എന്തിനാണ് ഇതിനെ പൂവ് എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിൽ ആദ്യം പെടുന്നത് നിറമുള്ള ഈ ബ്രാക്റ്റുകളാണ്. അവയാണ് ചെടിയുടെ യഥാർത്ഥമായ സൗന്ദര്യം. സാധാരണ ഭാഷയിലെ ആളുകൾ ഇതിനെ പൂവ് എന്നാണ് വിളിക്കുന്നത്. ശാസ്ത്രീയമായതൊരു തെറ്റാണേലും സാധാരണ ഭാഷയിൽ അത് തന്നെയാണ് ശരി. അതായത് നമ്മൾ കാണുന്നത് വസ്ത്രമാണ്, പക്ഷേ ജീവൻ വസ്ത്രത്തിനുള്ളിലാണുള്ളത്. ബോഗൺവില്ലയുടെ പൂവ് വളരെ ചെറുതാണ്. നിറമുള്ളത് ഒരിക്കലും പൂവല്ല, അത് ബ്രാക്റ്റാണ്. ഈ ചെടി മറ്റ് ചെടികളെക്കാൾ വ്യത്യസ്തമാകുന്നത് എങ്ങനെയെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ചൂടുള്ള സൂര്യൻ്റെ കീഴിൽ പാറ പോലെ കട്ടിയുള്ള തണ്ടിൽ പിടിച്ച് അത് നിറങ്ങളെ വിരിയിക്കുന്നു. പിങ്ക്, പർപ്പിൾ, ഓറഞ്ച്, വെളുപ്പ് ഒരു ചെടിയല്ല, ഒരു നിറങ്ങളുടെ ഉത്സവം പോലെയാണ് നമുക്ക് തോന്നാറുള്ളത്. ഇലകളേക്കാൾ മുന്നിൽ ചാടിയെത്തുന്ന ആ നിറമുള്ള ബ്രാക്റ്റുകൾ ചെറിയ പൂവിനെ ചുറ്റി ഒരു കാവൽക്കാരനെ പോലെ നിൽക്കും. മതിലുകൾക്ക് മുകളിൽ കൂടി ഒഴുകി വീഴുമ്പോൾ അതൊരു പെയിൻറ്റിങ് പോലെ തോന്നും. മനുഷ്യൻ വരച്ചതല്ല, പ്രകൃതി സ്വയം ഒപ്പിട്ടൊരു ചിത്രം പോലെ. മഴക്കാലത്തും ചൂടിലും അതേ ആത്മവിശ്വാസത്തോടുകൂടി നിലനിൽക്കുന്ന ബോഗൺവില്ല ഭംഗി എന്നത് ഒരു വരിയിൽ പറഞ്ഞാൽ ബോഗൺവില്ലയുടെ ഭംഗി കഠിനതയുടെ മേൽ വിരിയുന്ന നിറമുള്ള ആത്മവിശ്വാസം പോലെയാണ്. ചൂടുള്ള സൂര്യൻ്റെ കീഴിൽ കത്തുന്ന മതിലിൽ വെള്ളം കുറവുള്ള മണ്ണിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരിടത്ത് ബോഗൺവില്ല വിരിയുന്നു. അത് ആരോടും പരാതി പറയുന്നില്ല. എനിക്ക് മഴ കിട്ടിയില്ല, എന്നും എനിക്ക് നിഴൽ കിട്ടിയില്ല, ഇതൊന്നും പറയുന്നില്ല. പകരം
ആ കഠിനമായ സാഹചര്യങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ മനോഹരമായ നിറങ്ങൾ തുറന്നു കാട്ടുകയാണ് ചെയ്യാറുള്ളത്. നമ്മൾ പൂവെന്ന് കരുതുന്ന ആ നിറങ്ങൾ യഥാർത്ഥ പൂവല്ല എന്ന സത്യം പോലും അതിൻ്റെ ഭംഗിയെ ഒരിക്കൽ പോലും കുറച്ചിട്ടില്ല. കാരണം ബോഗൺവില്ല പഠിപ്പിക്കുന്ന ഇതാണ്: സൗന്ദര്യം എന്നത് എന്താണെന്നല്ല, എങ്ങനെ അത് നിലനിൽക്കുന്നു എന്നതാണ്. മതിലുകൾക്ക് മുകളിൽ അത് പടർന്നു വീഴുമ്പോൾ ജീവിതം പറഞ്ഞ ഒരു വാക്ക് പോലെ തോന്നും. കഠിനതയില്ലാത്ത നിറങ്ങൾക്ക് യാതൊരു വിലയും ഉണ്ടായിരിക്കുകയില്ല. ബോഗൺവില്ല ഒരു ചെടിയല്ല, സൂര്യനെ സാക്ഷിയാക്കി നിശബ്ദമായി പ്രാർത്ഥിക്കുന്ന ഒരു സൂഫിയെ പോലെയാണ്. മനോഹരമായ പ്രാർത്ഥന എന്നത് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഞെരുക്കങ്ങൾക്കിടയിലും സമാധാനത്തോടെ ജീവിക്കുക എന്നത് തന്നെയാണ്. ജീവിതം ഇവിടെ കഠിനകരം തന്നെയാണ്. അപ്പോഴെല്ലാം സമാധാനത്തോടുകൂടി ക്ഷമയോടുകൂടി ആ സാഹചര്യങ്ങളെല്ലാം സ്വീകരിക്കുന്ന മനസ്സ് തന്നെയാണ് പ്രാർത്ഥന. ഇനി നമുക്ക് വർണ്ണനകൾ അവസാനിപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് വരാം. കൊല്ലം ജില്ലയിലെ നിലമേൽ എന്ന് പറയുന്ന പ്രദേശത്ത് മുരുക്കുമൺ എന്ന് പറയുന്ന സ്ഥലത്ത് അതിമനോഹരമായ വലിയ പൂന്തോട്ടങ്ങളാണുള്ളത്. ആ പൂന്തോട്ടത്തിൽ വിരിഞ്ഞിട്ടുള്ള ബോഗൺവില്ലയുടെ ചെടികളാണ് നമ്മൾ ഈ കാണുന്നത്, നമ്മുടെ സ്വന്തം കടലാസ് റോസ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് മാന്യമായ വിലയ്ക്ക് ഇതിനെ വാങ്ങാൻ സാധിക്കുന്നതാണ്. എന്തുകൊണ്ട് മാന്യമായ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റീറ്റെയിൽ അല്ല, ഹോൾസെയിൽ കൂടെ ചെയ്യുന്ന കടയാണ്. അതുകൊണ്ട് തന്നെ മാന്യമായിട്ടുള്ള വിലയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും. ഈ സ്ഥാപനത്തിൻ്റെ പേര് മുളമൂട്ടിൽ ഗാർഡൻ എന്നാണ്. പുതിയ വീടുകളെല്ലാം വെക്കുമ്പോൾ കരാർ അടിസ്ഥാനത്തിൽ തന്നെ ആ വീടിൻ്റെ മുറ്റം അലങ്കരിക്കുന്ന വർക്കുകൾ കൂടി ഈ ഒരു സ്ഥാപനം ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ കാണിച്ചതുപോലെ മുറ്റം വിരിക്കുന്ന കല്ലുകളും മനോഹരമായ ചെടികളും എല്ലാം ഇവരിൽ നിന്ന് ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ ചിലവിൽ തന്നെ മറ്റ് കമ്മീഷനുകളൊന്നും പോകാതെ നേരിട്ട് തന്നെ ചെടികൾ എത്തിച്ചുകൊണ്ട് നിങ്ങളുടെ മുറ്റത്തെ മനോഹരമാക്കാൻ നിങ്ങൾക്ക് ഇവരെ സമീപിക്കാവുന്നതാണ്. ഇവരുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല മറ്റ് ഡീറ്റെയിൽസുകളെല്ലാം ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ടായിരിക്കുന്നതായിരിക്കും. ഇവിടെ കടലാസ് റോസ മാത്രമാണ് എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. എല്ലാ തരമായ ചെടികളും ഇവിടെ ലഭ്യമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കടലാസ് റോസയുടെ സെക്ഷനിൽ മാത്രമായതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് മാത്രം നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ഇത് വളരെ വലിയ ഒരു പൂന്തോട്ടം തന്നെയാണ്. നിങ്ങളിതിനെ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു ദിവസം മുഴുവനും മനോഹരമായ ഈ ചെടികളുടെ ലോകത്തിലൂടെ നിങ്ങൾക്ക് മറ്റെല്ലാം മറന്നുകൊണ്ട് സഞ്ചരിക്കാൻ സാധിക്കുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ പങ്കുവയ്ക്കുകയാണെങ്കിൽ ഒരുപക്ഷേ അത് മറ്റൊരു വീഡിയോയ്ക്കുള്ള കാരണമായി മാറാൻ സാധ്യതയുണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.